നിങ്ങളുടെ കയ്യിലൊരു കരീഷ്മ ബൈക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരീഷ്മ ബൈക്കുള്ളൊരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു ചാത്തൻ സൈറ്റിൽ നിന്ന് നമ്മളൊരു പെട്രോൾ ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം ഹീറോ കമ്പനി അവരുടെ പാർട്സിൻ്റെ പ്രൊഡക്ഷൻ, കരീഷ്മയുടെ പാർട്സിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് വിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, അവരുടെ ഡെലിവറി ടൈമിൽ എടുത്തെറിഞ്ഞാണെന്ന് തോന്നുന്നു. സൈഡൊക്കെ അത്യാവശ്യം ഡാമേജ് വന്നിട്ടുണ്ട്, പെയിൻറ്റും പോയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും ടയറിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒറിജിനലിൻ്റെ അത്രയും ക്വാളിറ്റി വരത്തില്ല. ഒറിജിനൽ ടാങ്ക് 12,000 കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ 5,500 രൂപയ്ക്കൊരു ലോക്കൽ ടാങ്ക് വാങ്ങിച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ ടാങ്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മളിനി റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ നോക്കുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കഴിവതും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് ചില ഡിസ്കൗണ്ടുകളൊക്കെ വരുമെങ്കിലും അത് ആ ലാഭം നോക്കാത്തതാണ് നല്ലത്. ഇവിടെ കൊണ്ടുവന്ന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഓട്ടോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. അവരുടെ ഡെലിവറി ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചല്ലോ, ഭയങ്കര ശോകമായിരുന്നു. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കരീഷ്മയൊക്കെ ഉള്ളവർ ഇതുപോലുള്ള സൈറ്റുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. നമ്മുടെ വണ്ടി ടെസ്റ്റ് ആയിട്ടുണ്ട്. ടാങ്കിന് വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ ലീക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോഴേ ടാങ്ക് മാറുവാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ കരീഷ്മയ്ക്ക് മെയിനായിട്ടും വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കരീഷ്മയുടെ നമ്മുടെ ഉപയോഗം, ഇത്രയും മെയിൻ്റനൻസ്, അതായത് ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും സ്പെഷ്യലായിട്ടുള്ള വണ്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ടെസ്റ്റിന് കയറ്റുന്നുണ്ട്. ടെസ്റ്റിന് കയറ്റുമ്പോൾ തന്നെ വണ്ടിക്ക് വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കരീഷ്മ ഓണേഴ്സിന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഷീൽഡ് ലൂസാവും എന്നുള്ളതാണ്. അത് വണ്ടി കട്ടറിലൊക്കെ ചാടിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഷീൽഡ് ലൂസാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ കട്ടറിലൊക്കെ പതുക്കെ ഇറക്കി കഴിഞ്ഞാൽ വണ്ടി എവിടെ അവിടെ നമുക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ വരുന്നത് കാര്യമായിട്ടൊരു വർക്ക്ഷോപ്പിലാണ് നമ്മൾ സ്ഥിരമായിട്ട് പണി ചെയ്യുന്നത്, ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നാലെ ഇടാം.